പ്രിയപ്പെട്ട വരയന്മാരെ, വരത്തികളെ, ഇന്ന് നമ്മൾ കുറച്ച് പൂക്കളാണ് വരയ്ക്കുന്നത്. സത്യത്തിൽ എനിക്ക് ഈ പൂവിൻ്റെ പേരറിയില്ല, ഡാഫോഡിലാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കറിയുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചേർക്കുക. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഡ്രോയിങ് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഫ്രീ സ്ട്രോക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞ വീഡിയോ ചെയ്തതുപോലെ തന്നെ, കഴിഞ്ഞ വീഡിയോ നമ്മൾ ലാൻഡ്സ്കേപ്പാണ് ചെയ്തത്, അത് ചെയ്തതുപോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കളർ ഉപയോഗിക്കാം. പെന്ന് കൊണ്ട് ഔട്ട്ലൈൻ ഇടുന്നുണ്ട്. അതും അത്ര ടൈറ്റ് ഷാർപ്പായൊന്നുമല്ല, വളരെ പെട്ടെന്ന് ചെയ്ത് തീർക്കുന്ന രീതിയിലാണ്. അപ്പോൾ ഇതിൻ്റെ ഡൗൺലോഡ് ചെയ്യുന്ന സ്കെച്ച് നിങ്ങളൊന്ന് വരച്ചതിന് ശേഷം പെന്ന് കൊണ്ട് ഔട്ട്ലൈൻ ഇട്ട് വളരെ സിമ്പിളായി ചെയ്ത് അയക്കാൻ ശ്രമിക്കുക. താഴെ ഇമെയിൽ ഐ ഡി ഉണ്ട്. ഇപ്പോഴും പലരും ചോദിക്കുന്നുണ്ട് ഏത് ഇമെയിൽ ഐ ഡിക്കാണ് അയക്കേണ്ടതെന്ന്. താഴെ വലതുഭാഗത്ത് കാണുന്ന wc21challenge@gmail.com എന്ന ഇമെയിൽ ഐ ഡിയിലേക്കാണ് അയക്കേണ്ടത്. അപ്പോൾ ഔട്ട്ലൈൻ ഇടൽ ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. ആ ചെടിയുടെ ഓലയും, അതായത് അതിൻ്റെ ഇല, നീളത്തിലുള്ള ഇലയും പൂക്കളുമാണ്. കുറച്ച് പൂക്കളെ മാത്രമേ വരച്ചിട്ടുള്ളൂ. ഈ പൂക്കൾ വരച്ചിരിക്കുന്ന പൊസിഷൻ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കോമ്പോസിഷൻ്റെ ഒരു ചെറിയ സങ്കേതം അതിനുള്ളിലുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക. അതിൻ്റെ പൊസിഷൻ മാറ്റാതിരിക്കാൻ ശ്രമിക്കുക. ക്രിംസൺ റെഡ് ഉപയോഗിച്ച് വളരെ ബോൾഡ് സ്ട്രോക്ക്. ഇത് നമ്മളുടെ മോപ്പ് ബ്രഷിൻ്റെ 2 നമ്പർ ബ്രഷാണ്. നിങ്ങളുടെ കയ്യിൽ ഈ ബ്രഷ് ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ബ്രഷ് ഉപയോഗിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കലും ചെറിയ ബ്രഷ് എടുത്ത് ചെയ്യരുത്. കാരണം പെട്ടെന്ന് ഒറ്റ സ്ട്രോക്ക് കൊണ്ടെല്ലാമാണ് ഈ പൂവിനെ വരയ്ക്കുന്നത്. ഒരേ സമയം തന്നെ ഡാർക്ക് ലെയറും ലൈറ്റ് ലെയറും ഒന്നിച്ച് ചെയ്യുന്ന രീതിയിലെല്ലാമാണ് ചെയ്യുന്നത്. വെള്ളം കുറച്ച് വരച്ചാൽ അത് ഡാർക്കാവും, വെള്ളം കൂട്ടിയാൽ ലൈറ്റാവും. അതാണ് വാട്ടർ കളറിൻ്റെ രീതി. അപ്പോൾ നമുക്ക് വെള്ളം കൂട്ടി ചെയ്യാം ആദ്യം, പിന്നെ ഡാർക്കിലേക്ക് വരാം. അത് തിരിച്ചും ചെയ്യാം, ആദ്യം ഡാർക്കും പിന്നെ ലൈറ്റും ചെയ്യാം. വളരെ ബോൾഡ് സ്ട്രോക്കാണ്. ബോൾഡ് സ്ട്രോക്ക് എന്താണെന്ന് കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വളരെ കോൺഫിഡൻസോടെ ചെയ്യുന്ന സ്ട്രോക്കുകളും പിന്നെ വലിയ വലിയ സ്ട്രോക്കുകളുമാണ് നമ്മൾ ബോൾഡ് സ്ട്രോക്കുകൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പൂവിൻ്റെ ഇതൾ കുറച്ച് പുറത്തേക്ക് നീണ്ടു നിൽക്കുന്നുണ്ട്, കണ്ടോ? താഴെ കുറച്ച് ഗ്രീൻ ചേർക്കുന്നു. അടുത്തത് നമുക്ക് കുറച്ച് ഓറഞ്ചും ചേർക്കാം. ഓറഞ്ച് കൊണ്ടാണ് വരച്ചത്. 2 പൂക്കൾ ക്രിംസൺ കൊണ്ടാണ് വരച്ചത്. പിന്നീട് സ്കാർലറ്റിലേക്കാണ് പോകുന്നത്, ഓറഞ്ചിൽ നിന്ന്. ഇത് നിങ്ങൾക്ക് പല നിറത്തിലുള്ള കളറുകൾ ഉപയോഗിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ അവിടെയെല്ലാം അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യം ഈ ലൈറ്റ് ആൻഡ് ഷെയ്ഡാണ്. ലൈറ്റ് കളറും ഡാർക്ക് കളറും ഉപയോഗിക്കുന്ന രീതിയാണ്. അത് നിങ്ങൾ മറക്കാതെ ചെയ്യാൻ ശ്രമിക്കണം. ഒറ്റ സ്ട്രോക്ക് കൊണ്ടൊരു ഇതളും ഒക്കെ ചെയ്തെടുക്കുന്നത് കണ്ടില്ലേ? 1 സ്ട്രോക്ക് പെയിൻറ്റിങ് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. പക്ഷേ വാട്ടർ കളറിൽ 1 സ്ട്രോക്ക് പെയിൻറ്റിങ് എന്ന് പറയാറില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പറയുന്നില്ല. അക്രിലിക്കിലാണ് 1 സ്ട്രോക്ക് പെയിൻറ്റിങ് പലപ്പോഴും ഉപയോഗിക്കാറ്. എല്ലാ പൂക്കളുടെയും ഏകദേശം നിറം നമ്മൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും ഡീറ്റെയിൽ നമുക്ക് ചേർക്കാം. ഡാർക്ക് നിറങ്ങളെല്ലാം ചേർക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ. ഇനി ഈ ലെയർ ഉണങ്ങിയതിന് ശേഷം വേണം നമുക്ക് ഇലകൾ വരയ്ക്കാൻ, അല്ലെങ്കിൽ ഇലകൾ പരന്നു പോകാൻ ചാൻസ് ഉണ്ട്. ക്രിംസൺ കൊണ്ട് കുറച്ചുകൂടി ഡീറ്റെയിലുകൾ ചേർക്കുന്നു. ചെറിയൊരു പൂവിനെ കൂടി അവിടെ വരയ്ക്കാനുണ്ടായിരുന്നു, അത് മറന്നു പോയതായിരുന്നു. അതിനെ കൂടി അവിടെ ചേർക്കുന്നു. കണ്ടോ? ഉണങ്ങി വരുന്നത് കാണാം. ഓരോ ലെയറും ഉണങ്ങി വരുന്നത് കാണാം. വീണ്ടും സാബ് ഗ്രീൻ എടുക്കുന്നു. സാബ് ഗ്രീൻ എടുത്ത് കുറച്ച് വെർഡൻ ഗ്രീനും അതിൽ മിക്സ് ചെയ്ത് ഇലകൾ വരയ്ക്കുന്നു. ആദ്യത്തെ ലെയർ ഉണങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ ലെയർ ഉണങ്ങിയിട്ടില്ലെങ്കിൽ അതിലേക്ക് പരന്നു വരും. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് കുറച്ച് സമയം വിട്ടത്. ആ ലെയർ ഉണങ്ങിയതിന് ശേഷം വീണ്ടും നമ്മൾ ഇലകളെ വരയ്ക്കുന്നു. വളരെ സിമ്പിളായാണ് വരയ്ക്കുന്നത്. ബ്രഷ് ഉപയോഗിക്കുന്ന രീതി നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലെയൊക്കെ കാണിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല സ്ട്രോക്കുകൾ കിട്ടും, കോൺഫിഡൻസ് കൂടും. അതുകൊണ്ടാണ് ഈ ബോൾഡ് സ്ട്രോക്ക് എന്ന രീതി 2-3 ചിത്രങ്ങൾ ഞാൻ ചെയ്യുന്നത്. ഒറ്റ സ്ട്രോക്ക് കൊണ്ട് ഒരു ഇലയെ, ഒരു ഓലയെ എല്ലാം വരയ്ക്കുന്ന ഒരു കോൺഫിഡൻസാണ് നമുക്ക് വേണ്ടത്. അത്തരം ചിത്രങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും അതിലെന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്ന്. നിങ്ങൾ പേടിച്ച് വരയ്ക്കുന്നത് കണ്ടാലും ആൾക്കാർക്ക് മനസ്സിലാവും, കാഴ്ചക്കാരന് അത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ബ്രഷിൻ്റെ പ്രഷർ ഉപയോഗിക്കുന്നത് കാണാം. ബ്രഷിൻ്റെ തലപ്പ് കൊണ്ട് തൊട്ട് പിന്നെ അമർത്തി വരച്ച് പിന്നെ പതുക്കെ ഇങ്ങോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് ആ ഒരു ബ്രഷിൻ്റെ സ്ട്രോക്ക് നല്ല ബോൾഡായി നമുക്ക് തോന്നുന്നത്. തലപ്പ് കൊണ്ട് മാത്രം വരയ്ക്കുന്ന ലൈനുകളും ഉണ്ട്. തണ്ടുകളെല്ലാം ഞാൻ തലപ്പ് കൊണ്ട് മാത്രമാണ് വരയ്ക്കുന്നത്. ഇപ്പോൾ ആ ഗ്രീൻ കൂടി വന്നപ്പോൾ ഇതിന് കുറച്ചുകൂടി അട്രാക്ഷൻ വന്നത് നിങ്ങൾക്ക് കാണാം. ഓപ്പോസിറ്റ് കളേഴ്സാണ് റെഡും ഗ്രീനും. അപ്പോൾ ബ്ലൂവും ഉപയോഗിക്കാൻ വേണമെങ്കിൽ ആ തരത്തിലുള്ള കളർ മിക്സ് വരുമ്പോൾ നല്ല
കളർ കോമ്പിനേഷൻ ആണെന്ന് നമുക്ക് പലപ്പോഴും കണ്ടിട്ടുണ്ട്. പ്രകൃതിയിൽ പലപ്പോഴും നമ്മൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഓരോ ചെടിക്കും ഇലകളുടെ നിറവ്യത്യാസവും അതിൻ്റെ പൂവിൻ്റെ നിറവ്യത്യാസവും എല്ലാം കണ്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇതിന് ലൈറ്റ് നിറത്തിലുള്ള ഗ്രീനും ഉപയോഗിക്കാം, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ കളർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബ്ലൂ നിറങ്ങളിലുള്ള ഇലകൾ ഉപയോഗിക്കാം. പലതരത്തിൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ബ്ലൂ നിറത്തിലാണ് ഇലകൾ വരയ്ക്കുന്നതെങ്കിൽ എല്ലാതും ബ്ലൂ നിറത്തിൻ്റെ ഒരു കോമ്പിനേഷൻ ആക്കാൻ നോക്കുക. ഗ്രീൻ ആണെങ്കിൽ ഗ്രീനിൻ്റെ കുറച്ച് കോമ്പിനേഷൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. വളരെ സ്പീഡിൽ ബ്രഷിനെ ചലിപ്പിക്കുന്നത് കണ്ടോ? അങ്ങനെ ചലിപ്പിക്കുമ്പോഴുണ്ടാകുന്ന ഒരു സുഖം നമ്മൾ സാവധാനം ചെയ്യുമ്പോഴുണ്ടാവില്ല. ബ്രഷിൻ്റെ പ്രഷർ ആണ് നമ്മളോട് ഉപയോഗിക്കുന്നത്. പ്രഷർ എന്ന് പറഞ്ഞാൽ എത്ര അമർത്തുന്നു, എത്ര പതുക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. അമർത്തുക എന്ന് പറഞ്ഞാൽ പേപ്പറിൽ വല്ലാതെ അമർത്തി ചെയ്യരുത്, അപ്പോൾ പേപ്പർ കേടുവരാനും ചാൻസ് ഉണ്ട്. ഇത് റിയൽ ടൈമിൽ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി തന്നെയാണ്. കുറച്ചൊന്ന് സ്ലോ ആക്കിയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇനിയും സ്ലോ ആവും, പക്ഷേ വല്ലാതെ സ്ലോ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഡാർക്ക് കളർ കൊണ്ട് ജസ്റ്റ് അതിനെ വരച്ചെടുക്കുന്നത് കാണാം. ഡീറ്റെയിലുകൾ ചേർക്കുകയാണ്. രണ്ടാമത്തെ ലെയറിലേക്കൊന്നും പോയിട്ടില്ല നമ്മൾ. രണ്ടാമത്തെ ലെയർ എന്ന് പറഞ്ഞാൽ ആദ്യം റെഡ് കൊണ്ട് ചെയ്ത് അത് ഉണങ്ങിയതിന് ശേഷം ഗ്രീൻ ചെയ്തു. ഇപ്പോൾ ഗ്രീൻ ലെയർ ഉണങ്ങിയിട്ടില്ല, അതിന് മുമ്പ് തന്നെ നമ്മളവിടെ ഡീറ്റെയിൽ ചേർക്കുകയാണ്. ജസ്റ്റ് കുറച്ച് ഡാർക്ക് ടോണുകൾ ഒറ്റ സ്ട്രോക്കുകളെല്ലാം വെച്ച് അതിനെ ഒന്നുകൂടി ചന്തമുള്ളതാക്കുന്നു. ഇങ്ങനെ ലെയറായത് വേറെ കാണുമ്പോഴാണ് നല്ല ചന്തമുണ്ടാകുന്നത്, അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ കണ്ടോ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ ചേർക്കുക. ഇത്തരത്തിലുള്ള സ്ട്രോക്കുകൾ ഇടുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചേർക്കണം. തീർച്ചയായും നമുക്കതിന് ഉത്തരം പറയാം. ഇവിടെ താഴെ കുറച്ച് സ്പ്രേ എല്ലാം ചേർക്കുന്നു. നമ്മളെപ്പോഴും ചേർക്കുന്നത് പോലെ വെള്ളം കൊണ്ട് കുറച്ചൊന്ന് പരത്തിയെടുക്കുകയും അതിലൽപ്പം ഒറ്റിക്കുകയും എല്ലാം ചെയ്യുന്ന ആ രീതി. അത് നിങ്ങൾ ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. നിങ്ങൾ ഇതുവരെ ചെയ്തതിന് ശേഷം നിങ്ങൾക്കുണ്ടാകുന്ന കമൻറ്റുകൾ നിങ്ങൾ തീർച്ചയായും ഇവിടെ ചേർക്കണം, കമൻറ്റ് ബോക്സിൽ ചേർക്കണം. ഈ വീഡിയോ ഏകദേശം അവസാനിക്കുകയാണ്. കുറച്ച് സ്പ്രേ കൂടി ചെയ്താൽ ഇത് അവസാനിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ഇടാൻ മറക്കരുത്. നിങ്ങളുടെ നിർദ്ദേശങ്ങളെല്ലാം താഴെ ചേർക്കാം. നിങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും സംഭവിക്കുന്നതെല്ലാം താഴെ ചേർക്കാം. നമുക്കതെല്ലാം മറ്റ് വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. അതിന് പറ്റിയ വീഡിയോകൾ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.